നമസ്കാരം കൂട്ടുകാരെ. ഒരു 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രം, അതും കൊടുങ്കാടിനുള്ളിലെ ഒരു ക്ഷേത്രം. അവിടേക്ക് നടത്തിയ ഒരു യാത്ര, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുമിളിയിലെ അതായത് തേക്കടി വന്യജീവി സങ്കേതത്തിനുള്ളിലെ മംഗളാദേവി ക്ഷേത്രം കേരളവും തമിഴ്നാടുമായി ചേർന്ന് ചിത്ര പൗർണമി നാളിൽ നടത്തുന്ന ഒരു ഉത്സവമുണ്ട്. ചിത്ര പൗർണമി ഉത്സവം. മംഗളാദേവി അന്നൊരു ദിവസം മാത്രമാണ് മംഗളാദേവിയുടെ ദർശനത്തിനായി ഭക്തജനങ്ങളെ സർക്കാർ തേക്കടി റിസർവിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. കുമിളിയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് കുമിളിയിൽ നിന്ന് മലകൾക്ക് മുകളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് ചിതപ്പതികാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ചിതപ്പതികാരത്തിൽ കണ്ണകി ദേവി മധുര ചുട്ടുകരിച്ച ശേഷം ദേവി വന്ന് വിശ്രമിച്ച സ്ഥലമാണ് ഇത് എന്നാണ് കരുതപ്പെടുന്നത്. ദേവി ഇവിടെ വച്ചാണ് മരണപ്പെട്ടതെന്നും തുടർന്ന് ഇവിടെ ക്ഷേത്രം പണിയപ്പെട്ടതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അതായത് ഒരു ഭാഗത്ത് കേരള ശൈലിയിലുള്ള പൂജയും മറ്റൊരു ഭാഗത്ത് തമിഴ്നാട് ശൈലിയിലുള്ള പൂജയുമാണ് നടക്കുന്നത്. വരുന്നവർക്കത് മനസ്സിലാക്കാം. ഏപ്രിൽ 23-നായിരുന്നു ഇത്തവണത്തെ ചിത്ര പൗർണമി ഉത്സവം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇത്തവണ വന്നത്. ഇവിടേക്കുള്ള യാത്ര തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ്. കാരണം വെച്ചാൽ കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര, ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അതിനെ മനോഹരമാക്കുന്നതും. പിന്നെ എല്ലാവിധ ഒരു ടൈഗർ റിസർവായിട്ട് കൂടി കേരള തമിഴ്നാട് സർക്കാരുകൾ എല്ലാവിധ സംവിധാനങ്ങളും അന്നേക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളത്തിനായിരുന്നാലും ഭക്ഷണത്തിനായിരുന്നാലും അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനോട് തന്നെ വളരെ വിഷമങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് അവിടെ സന്ദർശനം നടത്താനും ഈ ജീപ്പിലോ കാൽനടയായോ നിങ്ങളുടെ സൗകര്യമായിട്ട് അവിടെ സന്ദർശനം നടത്താനും പരമാവധി നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ദേവിയുടെ ദർശനത്തിനായിരുന്നാലും നമുക്കെത്താം. കേരളത്തിൽ നിന്ന് പോകുന്ന നല്ലൊരു ശതമാനവും ട്രക്കിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോകുന്നവരും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർ നല്ലൊരു ശതമാനം ഭക്തിയുടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വരുന്നതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ണകി ദേവി മംഗളാദേവിയുടെ ദർശനം നല്ലതാണെന്നും, കാരണം വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുക.